welcome to shenjuus world. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലോലിപോപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ഒന്ന് വേവിച്ചതിന് ശേഷം 2 പച്ചമുളക് കൂടി ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൗഡർ ഐറ്റംസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ചേർത്തിട്ടുള്ളത് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, കുറച്ച് ഗരം മസാലപ്പൊടി, ഇവയെല്ലാം കൂടി ചേർത്ത് കൈ ഉപയോഗിച്ച് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് ബ്രെഡ് ക്രംസ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഇപ്പോൾ കുറച്ചുകൂടി ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുഴക്കാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. അങ്ങനെ ഞാൻ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു പരുവം ആയി കിട്ടും. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ തേച്ച് നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഏകദേശം ഈ ഒരു വലിപ്പത്തിൽ നമുക്ക് എല്ലാതും ബോൾസ് ആക്കി മാറ്റാം. അങ്ങനെ ഞാൻ മുഴുവൻ മാവും ഇങ്ങനെ ബോൾസ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും കോൺഫ്ലവർ കലക്കിയ മിക്സും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് രണ്ടും ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസും ഈ കോൺഫ്ലവർ മിക്സിലൊന്ന് ഡിപ്പ് ചെയ്ത് അതിന് ശേഷം ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇതുപോലെ ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മുഴുവനും ഞാൻ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഐസിൻ്റെ കോല് വെച്ചോ നമുക്ക് ഒരു ലോലിപോപ്പിൻ്റെ ഷേപ്പിലാക്കി എടുക്കണം. ഞാനിവിടെ ടൂത്ത് പിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ. നമുക്ക് ഈ ബോൾസ് രൂപത്തിൽ തന്നെ ഫ്രൈ ചെയ്തെടുത്താലും മതി. അങ്ങനെ ഞാൻ എല്ലാതും ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ചൂടാക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ 2 സൈഡും നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കണേ. അങ്ങനെ നമ്മളെ ബീഫ് ലോലിപോപ്പ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസുമായി വീണ്ടും വരാം. ബൈ.